നമ്മുടെ കൈമുതലിൻ്റെ കണക്കെടുക്കുക. 37-ാം സങ്കീർത്തനം 20 മുതൽ 30 വരെ. ധ്യാനത്തിനായിട്ട് 28-ാം വാക്യം. യഹോവ ന്യായപ്രിയനാകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. എല്ലാ മനുഷ്യർക്കും അവരവരെ സംബന്ധിച്ച ഒരു മാനസിക ചിത്രം അഥവാ സങ്കല്പമുണ്ടെന്നും അത് അവരുടെ സ്വഭാവത്തെയും കാഴ്ചപ്പാടിനെയും ഭരിക്കുന്നുവെന്നും ഡോക്ടർ മാൽസ് പറയുന്നു. സ്വാത്മവിപ്രതിപത്തി ശാരീരികവും മാനസികവുമായ തകർച്ചയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. സുപ്രസിദ്ധ മനോരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ആൽഫ്രഡ് അഡ്ലർ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവകഥ പറയുന്നത് കേൾക്കുക. താൻ പഠിത്തത്തിൽ കണക്കിന് മന്ദബുദ്ധിയാണെന്ന് ഒരു അധ്യാപകൻ വിധിയെഴുതി. ആ വിലയിരുത്തൽ ആൽഫ്രഡ് കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ ഒരു ദിവസം സ്വാത്മദർശനത്തിൻ്റെ, അതായത് തൻ്റെ ഉൾക്കാഴ്ചയുടെ ഒരു മിന്നൽ പിണർ ആ കുട്ടിയുടെ ബോധമണ്ഡലത്തിലേക്ക് പാളി വന്നു. അധ്യാപകൻ ബോർഡിൽ എഴുതിയ കണക്ക് താൻ ചെയ്യാമെന്ന് ആൽഫ്രഡ് സധൈര്യം പറഞ്ഞു. അത് കേട്ട് കൂട്ടുകാർ കളിയാക്കി ചിരിച്ചു. ആൽഫ്രഡ് ഒട്ടും കൂട്ടാക്കാതെ ബോർഡിൻ്റെ അടുക്കൽ ചെന്ന് ആ കണക്ക് ചെയ്തു. അതോടെ കണക്ക് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി തനിക്കുണ്ടെന്ന് അവന് ബോധ്യമാവുകയും പിൽക്കാലത്ത് കണക്കിന് സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായി തീരുകയും ചെയ്തു. നമ്മുടെ ഗുരുജനങ്ങളും മാതാപിതാക്കളും സ്നേഹിതന്മാരും സർവോപരി നമ്മൾ തന്നെയും നമുക്ക് നൽകുന്ന പ്രത്യയനങ്ങളുടെയും കൽപ്പനകളുടെയും ഫലമായി നമ്മുടെ വ്യക്തിത്വം മയങ്ങിപ്പോവുകയും തളർന്നു പോവുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഈ മയക്കത്തിൽ നിന്ന് അഥവാ തളർച്ചയിൽ നിന്ന് നമുക്ക് ഉണരുവാൻ കഴിയുമെന്നുള്ളത് കണക്കിന് മന്ദബുദ്ധിയായിരുന്ന ആ കുട്ടി അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായി തീർന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ശക്തി സാധ്യതകളെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പവും വിശ്വാസവുമാണ് ആത്യന്തികമായി നമ്മുടെ വ്യക്തി പ്രഭാവത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വ്യക്തിത്വത്തിന്മേൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിവുണ്ട്. മനുഷ്യാത്മാവ് അതിൻ്റെ ചിന്തകളുടെ ചായത്തിൽ മുക്കപ്പെടുന്നു എന്ന് മാർക്സ് ഒരീലിയസ് പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരവും അതുതന്നെയാണ്. വിവിധ കാരണവശാൽ സ്വാത്മവിരക്തരായി തീർന്ന് നരകയാതന അനുഭവിക്കുന്നവരുടെ സംഖ്യ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എഴുതി: എന്നെ സംബന്ധിച്ച് തന്നെ എനിക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ടായിരുന്നു. സാധാരണക്കാർക്കുള്ള പ്രാപ്തിയും പിടിപ്പുമില്ലാത്തവനും ഒരു വകയ്ക്കും കൊള്ളാത്തവനുമാണ് ഞാനെന്നൊരു തോന്നൽ എന്നെ ഭരിച്ചിരുന്നു. ഈ വിചാര നിമിത്തം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത നിരാശയാണ് എനിക്കുണ്ടായത്. ഇത് ദുസ്സഹമായ ഒരു യാതനയായി എനിക്ക് തോന്നി. എൻ്റെ വീഴ്ചകൾ നിമിത്തം എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് ഞാൻ വിചാരിച്ചു, ദൈവം പോലും. പക്ഷേ ഞാൻ എൻ്റെ കഴിവുകളുടെ ആകത്തുക എന്തുണ്ടെന്നുള്ള ഒരു കണക്കെടുക്കൽ നടത്തി വൈകിയില്ല. എന്നിലുള്ള നല്ല കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധയൂന്നി എന്നതിൽ തന്നെ എന്നിൽ നട്ടിരുന്ന ചില ചിന്തകളെ ഞാൻ മറ്റുള്ളവരിലേക്ക് തിരിച്ചു. അതോടൊപ്പം മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ കണ്ടു. ഒരു പുതിയ വെളിപാട് എനിക്ക് ലഭിച്ചു. നാം നമ്മെ തന്നെ അറിയുകയും നമ്മുടെ കൈമുതലിൻ്റെ കണക്കെടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയും. നാം ദൈവത്തിലേക്ക് തിരിയുക എന്ന് വെച്ചാൽ നാം നമ്മിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നതാണ്. ഓർക്കണമേ, വ്യക്തിനിഷ്ഠമായ ആത്മീയ പുരോഗതി മനുഷ്യൻ തന്നെ നിയന്ത്രിക്കുമ്പോഴാണ് ഉണ്ടാവുക. അങ്ങനെയുള്ളവർ രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കും. മത്തായി എഴുതിയ സുവിശേഷം 6:21. നിന്റെ നിക്ഷേപം ഉള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.